ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി എങ്ങനെയാണ് CGHS കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്? അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം എന്നാണ് CGHS കാർഡ് അറിയപ്പെടുന്നത്. ഈ കാർഡിന്റെ പ്രത്യേകതകൾ: ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി അസുഖം വരുന്ന സാഹചര്യത്തിൽ, ഒരു രോഗം വരുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിയുടെ കുടുംബത്തിലെ ഒരംഗത്തിന് ഒരു രോഗം വരുന്ന സാഹചര്യത്തിൽ CGHS കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാ ഹോസ്പിറ്റലുകളിലും ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്, സൗജന്യ ചികിത്സ ഈ എംപ്ലോയി CGHS കാർഡ് എടുത്തിട്ടുള്ള ഒരു എംപ്ലോയിക്ക് നേടാവുന്നതാണ്. ഇതിനുവേണ്ടി എംപ്ലോയി അടയ്ക്കേണ്ടി വരുന്ന തുക 250 രൂപയാണ്. 30,000 രൂപ വരെ ബേസിക് പേ ഉള്ള ഒരു വ്യക്തി 250 രൂപ ഈ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഹെൽത്ത് സ്കീമിലേക്ക് വേണ്ടി ഓരോ മാസവും അടയ്ക്കേണ്ടതായുണ്ട്. ആദ്യമായി സാലറിയിൽ നിന്നും CGHSന്റെ ചാർജായ 250 രൂപ എല്ലാ മാസവും കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഓഫീസിൽ അപേക്ഷ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ 3 മാസം തുടർച്ചയായി 250 രൂപ വീതം കട്ടായ ശേഷം ഓൺലൈനിൽ CGHSന്റെ വെബ്സൈറ്റിൽ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ കഴിയും. കാർഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആധാർ കാർഡിലോ പാൻ കാർഡിലോ ഉള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. ഡേറ്റ്, മന്ത് ആൻഡ് ഇയർ ഈ ഫോർമാറ്റിലാണ് ഡേറ്റ് ഓഫ് ബർത്ത് വെക്കേണ്ടത്. കാർഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എംപ്ലോയിയുടെയും ഫാമിലി മെമ്പേഴ്സിന്റെയും ബ്ലഡ് ഗ്രൂപ്പ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി എങ്ങനെയാണ് ഓൺലൈനിൽ CGHS കാർഡിന് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് പറയാം. ആദ്യം CGHSന്റെ cghs.nic.in എന്ന വെബ്സൈറ്റിലേക്ക് പോവുക. അതിനുശേഷം വെരിഫിക്കേഷൻ ഫോമിൽ എംപ്ലോയിയുടെ ഡിപ്പാർട്ട്മെന്റിൽ നൽകിയിരിക്കുന്നതും ആധാർ കാർഡിൽ ലിങ്ക് ചെയ്തിട്ടുള്ളതുമായ മൊബൈൽ നമ്പർ OTP റിക്വസ്റ്റ് കൊടുത്ത ശേഷം OTP അപ്ലൈ ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു പേജിൽ എത്തിച്ചേരുന്നു. അവിടെ അപ്ലൈ ഫോർ ഓൺലൈൻ പ്ലാസ്റ്റിക് കാർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൻ്റെ തൊട്ട് താഴെ ന്യൂ എംപ്ലോയീസ്, പെൻഷനേഴ്സ് ഹു ആർ നോട്ട് CGHS ബെനിഫിഷ്യറീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെയും കാർഡ് എടുത്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ, സർവീസിലിരിക്കുന്നവരോ പെൻഷനായ ആളോ ആണെങ്കിൽ ഈ ഒരു ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. ഡേറ്റ ഫില്ല് ചെയ്യുന്ന സമയത്ത് എംപ്ലോയിയുടെയും ഫാമിലി മെമ്പേഴ്സിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പും പൂർണ്ണമായ ഡേറ്റ് ഓഫ് ബർത്തും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പേര് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ടൈപ്പ് ചെയ്യേണ്ടതായുണ്ട്. അതിനുശേഷം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് ഡേറ്റ സേവ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് അതിൽ എംപ്ലോയിയുടെയും ഫാമിലി മെമ്പേഴ്സിൻ്റെയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ച് നിങ്ങളുടെ ഓഫീസിൽ നിന്നും കൗണ്ടർ സൈൻ ചെയ്ത ശേഷം CGHSന്റെ വെൽനസ് സെൻറ്റർ അല്ലെങ്കിൽ ഓഫീസിൽ ഇത് ഏൽപ്പിക്കുക. ഒരു റിട്ടേൺ ആപ്ലിക്കേഷൻ കൂടെ ഇതിൻ്റെ കൂടെ കൊടുക്കേണ്ടതാണ്. ആപ്ലിക്കേഷൻ വെൽനസ് സെൻറ്ററിൽ കൊടുക്കുമ്പോൾ വാലിഡ് ഡോക്യുമെന്റ്സ് ഈ ആപ്ലിക്കേഷനോടൊപ്പം ഹാജരാക്കേണ്ടി വരും. അതിൻ്റെ കോപ്പി അവിടെ ഏൽപ്പിക്കേണ്ടതായിട്ടും വരും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, 3 മാസം CGHS കാർഡിന് വേണ്ടി സാലറിയിൽ നിന്നും 250 രൂപ കട്ട് ചെയ്ത സാലറി സ്ലിപ്പ് ഈ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. ഈ രീതിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2-3 ആഴ്ചയ്ക്കുള്ളിൽ CGHS കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. CGHS ഫെസിലിറ്റി ഉള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും വെൽനസ് സെന്ററിലും സൗജന്യ ചികിത്സ ലഭിക്കുന്നതുമാണ്. കേരളത്തിൽ നിന്ന് എടുക്കുന്ന CGHS കാർഡ് എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ എവിടെ നിന്ന് വേണമെങ്കിലും ചികിത്സ നേടാവുന്നതാണ്. വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. റൈസ് അപ്പ് ആൻഡ് ഷൈൻ വിത്ത് PS.